അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു ജൂതൻ്റെ കഥ പറയാം. ജൂതനെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പാവങ്ങളായ ഫലസ്തീനികളുടെ ജീവിതത്തിലേക്ക് ചാടി വീഴുന്ന നരമേധങ്ങളായ ഇസ്രായേലികളെയാണ് ഓർമ്മ വരിക എങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്കൊരു നല്ല ജൂതനെ കാണാൻ കഴിയും. ഹാറൂൻ റഷീദിൻ്റെ ഭരണകാലത്ത് ഇമാമുമാർക്കും ഖതീബുമാർക്കുമൊക്കെ ബോണസ് ഏർപ്പെടുത്തി അവരുടെ ദൗത്യം സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമാകുന്ന രൂപത്തിൽ വിനിയോഗിക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. തൻ്റെ മകൻ മഅ്മൂൻ അധികാരത്തിലെത്തിയപ്പോൾ ഒരുപടി കൂടെ മുന്നോട്ട് പോയി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകൾക്ക് കൂടെ ബോണസ് ഏർപ്പെടുത്തി അവരുടെ സേവനം രാജ്യത്തിന് സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തു. ഒരു വർഷം കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവർക്ക് ബോണസ് നൽകുന്ന വേദിയാണ്. ആ വേദിയിൽ ഒരു ജൂതൻ വന്നിരിക്കുന്നത് മഅ്മൂനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഅ്മൂൻ വളരെ സ്വകാര്യമായി അദ്ദേഹത്തോട് ചോദിച്ചു, നീ ജൂതനല്ലേ, ഇവിടെ എങ്ങനെ വന്നു? അയാൾ പറഞ്ഞു, എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ മടക്കി അയക്കരുത്. മഅ്മൂൻ അയാളോട് പറഞ്ഞു, കുഴപ്പമില്ല, സമൂഹത്തിന് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇവരുടെ കലാ സൃഷ്ടി വൈഭവങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. നീയും പഠിക്കുക, അതുപോലെ പ്രയോജനപ്പെടുത്തുക. ഇവർക്ക് ലഭിക്കുന്ന അതേ പരിഗണന നിനക്കും ലഭിക്കും. ജൂതൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം, എൻ്റെ ജീവിത രീതി അതിന് അനുകൂലമാവാൻ സാധ്യതയില്ല, എങ്കിലും ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കാം. അങ്ങനെ ആ ജൂതൻ പോയി. ജൂതൻ പഠനം നടത്തി, ഇസ്ലാമികമായ വലിയ പഠനം നടത്തി. കാര്യങ്ങൾ ബോധ്യമായി. ജൂതൻ തൻ്റെ സാധാരണ തൊഴിലിൻ്റെ ഭാഗമായി ജൂതൻ ചെയ്യാറുണ്ട്. തോറയുടെ കോപ്പികൾ എഴുതിയുണ്ടാക്കും. അത് ജൂതൻ്റെ താല്പര്യപ്രകാരം ചില കോപ്പികളിൽ അവൻ ചിലതൊക്കെ കൂട്ടിവെക്കും, ചിലതിൽ അവൻ ചിലതൊക്കെ അവൻ വെട്ടിക്കുറക്കും, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അത് നല്ല വിലക്ക് വിൽക്കാറുണ്ട്. ഇതുപോലെ ബൈബിളും ജൂതൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലതിലൊക്കെ കൂട്ടാറുണ്ട്, ചിലതിലൊക്കെ കുറക്കാറുണ്ട്. അതും അവൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും, അവന് നല്ല ലാഭം കിട്ടാറുണ്ട്. അതുപോലെ ഖുർആനിലും അവന് ഇടപെടലുകൾ നടത്തി. അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലതൊക്കെ മാറ്റിവെച്ചു, ചിലതൊക്കെ അവന് തോന്നുന്ന രൂപത്തിൽ അവൻ ചേർത്തി, അവൻ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയ അതേ നിമിഷം ആളുകളുടെ കയ്യിലേക്ക് എത്തിയപ്പോഴേക്ക് അവർ ഇടപെട്ടു. ഇതിൽ ഇന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇന്ന ഭാഗങ്ങൾ, ഇന്ന വചനങ്ങൾ, ഇന്ന ഭാഗങ്ങൾ ഇത് ഖുർആനല്ല, ഇത് നീ എഴുതി ചേർത്തതാണ്. ഈ രൂപത്തിൽ ഇടപെടുകയും അവനെ ശരിക്ക് വിചാരണ ചെയ്യുകയും ചെയ്തു. ജൂതന് പഠിച്ച കാര്യങ്ങൾ അവന് ബോധ്യമായി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ദൈവിക വചനം ജൂതന് ഹൃദയബോധ്യമായി. ഇത് ശരിയായ ദൈവിക ഇടപെടലാണ്. ഈ ദൈവികതയെ നിഷേധിക്കാൻ, ഈ ദൈവികതയെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി.
ജൂതൻ ഇസ്ലാം സ്വീകരിച്ചു. തൻ്റെ ആ ഒരു ബോധ്യമായ വഴിയിലൂടെ ജൂതൻ മുന്നോട്ട് പോയി. അടുത്ത വർഷവും മഅ്മൂൻ കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ വിഷയങ്ങളിലും വലിയ പാണ്ഡിത്യം നേടിയ ഒരാളെ ശ്രദ്ധിച്ചപ്പോ മഅ്മൂനിന് ബോധ്യമായി ഇത് നമ്മുടെ പഴയ ജൂതനാണ്. ആ ജൂതൻ അയാളെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. നീ എങ്ങനെയാണ് ഇസ്ലാം ഉൾക്കൊണ്ടത്? ജൂതൻ തൻ്റെ കഥ പറഞ്ഞു. ഞാൻ പഠിച്ചു, എങ്കിലും ഞാൻ ഇന്ന രൂപത്തിലുള്ള വൈകൃതങ്ങളൊക്കെ അതിൽ ചെയ്തു നോക്കിയപ്പോ ഇന്ന രീതിയിൽ എന്നെ പിടിക്കപ്പെട്ടു. എനിക്ക് ബോധ്യമായി ഇത് ശരിയായ ദൈവികതയാണ്, ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പരമസത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ജൂതൻ പറഞ്ഞു. അവർ മറ്റുള്ള ആളുകളെ പോലെയുള്ള എല്ലാ അംഗീകാരവും എല്ലാ ബോണസുമൊക്കെ ആ ജൂതനും അയാൾക്കും നൽകി അങ്ങനെ പിരിഞ്ഞുപോയി. എൻ്റെ സഹോദരങ്ങളെ, നാം ഓർക്കുക, ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടാൽ ഈ ഒരു മാറ്റം ഒരു മനുഷ്യനിൽ വരാതിരിക്കുകയില്ല. പക്ഷേ നീതിയുക്തമായ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നീതിയുക്തമായ സന്ദേശം നൽകുന്ന, ദൈവികതയിൽ നിന്ന് ജനങ്ങളിലേക്ക് സന്മാർഗത്തിന് വേണ്ടി അവതീർണമായ വിശുദ്ധ ഖുർആനിൻ്റെ വാഹകർ, ഈ വാഹകരെന്ന് പറയുന്ന സമ്പന്ന അറേബ്യൻ രാജ്യങ്ങൾ ആ പാവങ്ങളായ ഫലസ്തീനികളുടെ ആ ഒരു വല്ലാത്ത ദയനീയമായ രംഗം കാണുമ്പോഴും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുന്ന വിഷമകരമായ അവസ്ഥ നാം കാണുന്നു. ട്രംപിനെ വിളിച്ചു വരുത്തുന്നു. ട്രംപിന് കോടാനക്കോടി സമ്പത്തുകൾ ട്രംപിന് കൈമാറുന്നു. നെതന്യാഹുവിന്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്ന നെതന്യാഹുവിൻ്റെ തെറ്റായ നിലപാടിനെതിരെ ഒരക്ഷരം പറയാതെ മൗനമായി നിൽക്കുകയോ മറ്റു ചില വാചകങ്ങളിലൂടെ ലോകത്തെ വിഡ്ഢികളാക്കി തങ്ങളുടെ തന്ത്രങ്ങളെ നടത്തിയെടുക്കുകയോ ചെയ്യുന്നവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് അവരുടെ മൂട് താങ്ങാൻ മത്സരിക്കുന്ന സമ്പന്ന അറബ് രാജ്യങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു, നമുക്ക് പ്രയാസം തോന്നുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം വരും, ഇൻഷാ അല്ലാഹ് ഒരു നാളിൽ വരിക തന്നെ ചെയ്യും. അന്ന് നമുക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കാലം സാക്ഷി, ഖുർആനിൻ്റെ വാഹകരായി ലോകത്ത് നമുക്ക് ജീവിക്കാൻ, ആ സന്ദേശം നൽകാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് മാറ്റം വരിക തന്നെ ചെയ്യും. അല്ലാഹു സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.